കുര്യാക്കോസ് മാർ ക്ലീമീസ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി പിതൃസ്വത്ത് തട്ടിയെടുക്കാൻ സഭ ശ്രമിച്ചതായും ക്ലീമീസ് വെളിപ്പെടുത്തി. ചെളിവാരി എറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തന്നെയും എന്റെ ജ്യേഷ്ഠ സഹോദരനായ തമ്പൂത്തുകളിൽ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. അത് സഭയ്ക്ക് ഭൂഷണവുമല്ല. എന്നാൽ അസത്യമോ അശുദ്ധിയോ ഈ പ്രത്യേക വിഷയങ്ങളിൽ ചോദ്യം ചെയ്യുവാൻ ആർക്കും ധൈര്യമില്ല. ചോദ്യം ചെയ്യുന്നവരെല്ലാം ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടുന്നതായിട്ടാണ് അനുഭവം. അപ്രകാരമുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഇപ്പോൾ ഈ സഭയ്ക്കുള്ളത്. അതെന്താന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക 2, 3, 4 വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമായി ഇത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ഇടുക്കിയിൽ നിന്ന്. അനീഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ? എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു? അരുൺ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇടുക്കി ഭദ്രാസന അധിപനും അതോടൊപ്പം തന്നെ സഭാ നേതൃത്വവും തമ്മിൽ വളരെ വലിയ ശീതസമരങ്ങൾ നിലനിൽക്കുകയായിരുന്നു. ഇതിന്റെ പരിണത ഫലം എന്ന രീതിയിൽ 3 ദിവസം മുമ്പ് ഇടുക്കി ഭദ്രാസന അധിപനായിരുന്ന ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും മാർ ക്ലീമീസിനെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു. സഭയിൽ വളരെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ കാട്ടുന്നു, അതോടൊപ്പം തന്നെ സ്ത്രീ സംബന്ധിയായ വിഷയങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് സഭാ നേതൃത്വം അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇതിനുശേഷമാണ് അദ്ദേഹം സഭാ നേതൃത്വത്തിനെതിരായി രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ പാത്യാർത്ഥി സെന്ററിൽ വെച്ച് വധിക്കുന്നതിനായി സഭാ നേതൃത്വത്തിന്റെ ശ്രമത്തോടുകൂടി ചില ഗുണ്ടകൾ ശ്രമിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ കട്ടപ്പനയിലെ തന്റെ അരമനയും വീടും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഗുണ്ടകളെ അയച്ചതായും അദ്ദേഹം പരാതിപ്പെടുന്നു. അതോടൊപ്പം തന്നെ തന്റെ പേരിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തന്റെ പേര് കളങ്കപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ശ്രമമാണ്. തമ്പൂത്തൊഴിൽ അടക്കമുള്ള ചില ആളുകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമാണ് യാക്കോബായ സഭയിൽ ഇപ്പോൾ നടക്കുന്നത്. കാത്തോലിക്ക ബാവയെ പോലും ഇത്തരത്തിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് സഭയിൽ അനാരോഗ്യകരമായ പ്രവണതകൾ മാത്രമാണ് നടക്കുന്നത്. സഭയ്ക്ക് കട്ടപ്പനയിൽ ആസ്ഥാനം നിർമ്മിക്കുന്നതിനായി താൻ 3 കോടി രൂപ നൽകണമെന്നാണ് സഭ ആവശ്യപ്പെടുന്നത്. ഇതിനായി തന്റെ പിതൃസ്വത്ത് വിൽക്കണമെന്നും സഭാ നേതൃത്വം തന്നോട് നിർദ്ദേശിച്ചതായും അദ്ദേഹം പറയുന്നു. 3 കോടി രൂപ നൽകിയ ശേഷം മാത്രമാണ് 5 വർഷം മുമ്പ് താൻ സഭയുടെ ഇടുക്കി ഭദ്രാസനാധിപനായി ചുമതലയേറ്റെടുത്ത് ഇത്തരത്തിൽ വളരെ വലിയ സാമ്പത്തികമായും വധശ്രമവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കുറ്റങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇടുക്കി ഭദ്രാസനാധിപനായിരുന്ന കുര്യാക്കോസ് മാർ ക്ലീമീസ് വളരെ വലിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. MS അനീഷ് കുമാർ ഇടുക്കിയിൽ നിന്ന്. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ